ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് സദ്യ സ്റ്റൈലിലുള്ള ഒരു അടിപൊളി വടുകപ്പുളി നാരങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വടുകപ്പുളി നാരങ്ങാച്ചാറ് അല്ലെങ്കിൽ നാരങ്ങക്കറി, കറി നാരങ്ങ അച്ചാർ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു അടി കട്ടിയുള്ള പാത്രം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പകരം സാധാരണ മുളക് പൊടി എടുത്താലും മതി. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ അച്ചാറ് നല്ലൊരു കളർ കിട്ടും. സാധാരണ മുളക് പൊടിയാണെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക. കരിഞ്ഞു പോവാതെ അതിൻ്റെ കളറൊന്നും മാറാത്ത രീതിയിൽ വേണം മൂപ്പിച്ചെടുക്കാൻ. ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം പിന്നെ പാനിൻ്റെ ആ ചൂടിൽ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുത്താൽ മതി. കുറച്ച് കഴിയുമ്പോൾ മുളക് പൊടി മൂത്തൊരു സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് ശേഷം അത് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അച്ചാറിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ മീഡിയം വലുപ്പത്തിലുള്ള ഒരു നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലെ വെള്ളമൊക്കെ നല്ലോണം തുടച്ചെടുത്തിട്ടുണ്ട്. നന്നായി മൂത്ത് ഇതുപോലെ മഞ്ഞ കളറിലുള്ള നാരങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ അതാണ് അച്ചാറിന് കൂടുതൽ നല്ലത്. ഇത് ഏകദേശം ഒരു 400 ഗ്രാമൊക്കെ ഉണ്ടാവും. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നാരങ്ങയുടെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ കുരും പിന്നെ അതുപോലെ നടുഭാഗത്ത് കാണുന്ന വെളുത്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. അതിന് ശേഷം കുറച്ച് കനം കുറച്ചിട്ട് അത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നാരങ്ങ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ചൊന്ന് കനം കുറച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ നേരത്തെ ചൂടാക്കിയിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഉപ്പും മുളക് പൊടിയും നാരങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും ആവണം. ആ രീതിയിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. സദ്യയിൽ അച്ചാർ എപ്പോഴും കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടാണ് ഉണ്ടാവുക. ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെയൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം എന്ന് പറയുമ്പോൾ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ ചൂടാറിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ചൂടോട് കൂടിയിട്ട് ചേർക്കരുത്. അതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് കടുകും മുളകൊക്കെ ഒന്ന് വറുത്തിടാണ് വേണ്ടത്. അപ്പോൾ ഒരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിൽ എന്ന് പറയുമ്പോൾ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ എടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്നതോട് കൂടിയിട്ട് 2-3 വറ്റൽമുളകും പിന്നെ കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്നങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ഒരു 3 പച്ചമുളക് അതുപോലെ ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒരുപാട് അങ്ങോട്ട് വാട്ടേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പാനിൻ്റെ ആ ഒരു ചൂടിൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വാട്ടിയെടുത്താൽ മതി. എന്നിട്ട് അത് അച്ചാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് ഉലുവപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർക്കുന്നത്. ഉലുവപ്പൊടി നമ്മൾ കുറച്ച് ഉലുവ ജസ്റ്റ് വറുത്ത് പൊടിച്ചിട്ട് ഫ്രഷായിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഉലുവപ്പൊടിയും കായപ്പൊടിയൊക്കെ എപ്പോഴും നമ്മൾ അവസാനം ചേർത്ത് കൊടുക്കുകയാണ് നല്ലത്. അപ്പോഴാണ് അതിൻ്റെയൊക്കെ ആ ഫ്ലേവർ അച്ചാറിൽ നന്നായിട്ട് വരുള്ളൂ. അതിന് ശേഷം അവസാനം അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അച്ചാറിൽ അവസാനം ഇതുപോലെ കുറച്ച് പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ആ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസായി വരും. അതിന് ശേഷം നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സാക്കി എടുത്താൽ ഒരു അടിപൊളി നാരങ്ങ അച്ചാർ റെഡിയായി. ഈ ഒരു അച്ചാർ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാം. പക്ഷേ കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ, അതായത് രാത്രിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം ഉച്ചവരെയൊക്കെ വെക്കുകയാണെങ്കിൽ ആ ഉപ്പും എരിവൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടും. പിന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ പുറത്ത് വയ്ക്കുക. അതിന് ശേഷം പിന്നെ നമ്മളത് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. ഇതിൽ നമ്മൾ വെള്ളമൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കേടുവരും. ഫ്രിഡ്ജിലാണെങ്കിൽ കുറേ ദിവസമൊക്കെ ഉപയോഗിക്കാം, കേടൊന്നും വരില്ല. അപ്പോൾ ഈ ഒരു നാരങ്ങ അച്ചാർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്